ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈവനിങ് റൊട്ടീനാണ് എടുത്തേക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. അതിൽ അടിപൊളി ഒരു ടീ സ്നാക്ക് കേക്ക് എന്ന് പറയില്ലേ, ടീ സ്നാക്ക് കേക്ക് എന്നൊക്കെ എന്തിനാണ് പറയുന്നത് അല്ലേ. ഒരു ടീ കേക്കും അതേപോലെ തന്നെ ലഞ്ച് കേട്ടോ. ഇതിപ്പോൾ ഇത്രയുള്ളൂ. രാവിലെ തന്നെ പരിപ്പും കുമ്പളെങ്കില്ല, പരിപ്പും ഇരുമ്പമ്പുളിയും കൂടിയിട്ട് പച്ചരച്ച് വെച്ചു. പിന്നെ ബീറ്റ്റൂട്ടും സാമ്പാർ കഷ്ണത്തിൽ ഇടുന്ന നമ്മുടെ ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് ഒരു മെഴുക്ക് പറ്റി വെച്ചു. പിന്നെ ചെമ്മീൻ നാളികേരൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അരച്ചു കേട്ടോ. അതൊക്കെ ആയിരുന്നു രാവിലെ എനിക്ക് വീഡിയോ പിടിക്കാനൊരു മൂടുണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞ് പിടിച്ചില്ല. പിന്നെ വൈകുന്നേരം ഞാൻ വന്ന വഴി മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. ശനിയാഴ്ച മീൻ വാങ്ങിച്ചിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു ശരി. അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സമാധാനമാണ്. അല്ലെങ്കിൽ എന്താ വയ്ക്കുന്നത് വെച്ചിട്ട് സമാധാനക്കേടാ. രാവിലത്തെ കറികളൊക്കെ കഴിഞ്ഞു. ഒരു തുണ്ട് കറിയുണ്ട്. മീൻ വറുത്താലും മാത്രം മതിയായിരുന്നു, എന്നാലും ഞാൻ ഇത്തിരി വെച്ചു. പിന്നെ അതിലും കായലുമീൻ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു വെച്ചു. മത്തി ഉണ്ടായിരുന്നത് അപ്പോഴത്തേക്ക് എടുത്തു വെച്ചു കേട്ടോ. കുറച്ച് മത്തിയും കുറച്ച് കായലുമീനും അങ്ങനെയാണ് വാങ്ങിച്ചത്. കായലുമീൻ ഇരുമ്പുളി ഇട്ട് വെച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇവിടെ പക്ഷേ ഇരുമ്പുളിയുള്ള വീടൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, അത് കാരണം ഒരു രക്ഷയില്ല. വീടിൻ്റെ അവിടെ അല്ലെങ്കിൽ കടയിൽ ചേച്ചിയുടെ വീട്ടിലുണ്ട്, പക്ഷെ കൊണ്ടു തന്നത് കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മുടെ പൂച്ചകൾ പുറത്ത് വാതിൽ തട്ടലും പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ പോയിരുന്ന് ശരിയാക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് വരണോ? കണ്ട ഈ കാണിക്കാനും എടുക്കുള്ളൂ കേട്ടോ. പൂച്ചക്കുട്ടന്മാരിപ്പോൾ എന്തോ മീനിൻ്റെ ഇതൊന്നും അത്ര വലിയ ഇഷ്ടമില്ലാത്ത പോലെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ആർത്തി പോലെ കാണിച്ചായിരുന്നത്. ഇപ്പോൾ അത് വലിയൊരു താല്പര്യം കാണിക്കുന്നില്ല. കുറച്ചൊക്കെ കഴിച്ചോളൂ. കുറച്ചൊക്കെ അവിടെ ഇട്ട് ഞാൻ എടുത്ത് കളഞ്ഞേണ്ടി വന്നു. പിന്നെ അതാ ചോറ് റെഡിയാക്കി അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് മീൻ കറി അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ചെടുത്ത് വറക്കാനും കുറച്ച് വെറുതെ ഒരു സിമ്പിൾ കറി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നൊരു കറി അത് വയ്ക്കാമെന്ന് വെച്ചത്. കള്ള തരം കാട്ടി ഇവിടെ കിടന്നുറങ്ങാണ്. ഒന്നും കഴിക്കാൻ കൊടുത്തിട്ടൊന്നും കഴിക്കലില്ല, ഭയങ്കര കള്ളത്തരാണ് കേട്ടോ. പിന്നെ മീൻ വറക്കുവാനായിട്ട് പിന്നെ കുറച്ച് വേപ്പലും വെളുത്തുള്ളി ചതച്ചത് ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വലിയ മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇത്തിരി കറിവേപ്പിലയും അതുപോലെ തന്നെ ഇത്തിരി വെളുത്തുള്ളി ചതച്ചതും ചേർത്താൽ സൂപ്പറാണ്. പിന്നെ ഇത് വെച്ചപ്പോൾ തന്നെ മീൻ കറിയും കൂടി റെഡിയാക്കി. അപ്പോൾ ചോറ് വിശന്ന് തുടങ്ങിയിട്ട് പിള്ളേർക്ക് ചോറ് ആയിട്ടുള്ള മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ മത്തി കുറച്ചെടുത്ത് ഒരു കുഞ്ഞ് ചട്ടിയിലിട്ടിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി എപ്പോഴും ഇടുള്ളൂ കേട്ടോ ഞാൻ ഇങ്ങനത്തെ മുളകും കറി വയ്ക്കുമ്പോൾ. പിന്നെ ഇത്തിരി കുരുമുളകും കൂടിയും ഇടുമ്പോൾ ശരിയാവില്ല. പിന്നെ പച്ചമുളകും എല്ലാ മുളകും കൂടി ആകുമ്പോൾ ഭയങ്കര എരിവാകും. അത് കാരണം എപ്പോഴും കാശ്മീരി മാത്രം ഉപയോഗിക്കുള്ള. ഒരു കുഞ്ഞ് സവോള അതുപോലെ തന്നെ ഒരു കുഞ്ഞ് തക്കാളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി വെച്ച് നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്പോൾ. മീൻ ഉടയണ്ട കേട്ടോ. ചിക്കനല്ല വയ്ക്കുന്നത്. ചിക്കനാകുമ്പോൾ പിന്നെ ഉടയില്ല അങ്ങനെ കൂട്ടി തിരുമ്പാലും. മീനാകുമ്പോൾ ഒരു മയത്തിലൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വയ്ക്കുക. നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുതായി വന്നു കഴിഞ്ഞാൽ അടിപൊളി മീൻ കറിയാണ് കേട്ടോ. അത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന മീൻ കറിയാണ്. ഇപ്പോൾ തിരക്കാണ്, അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് വയ്ക്കാവുന്ന മീൻ കറിയാണ്. അപ്പോഴേക്കും ഇതാ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പച്ചക്കറിക്കാരൻ വീട്ടിൽ പോകാൻ എന്താ വീട്ടിൽ കൊണ്ടുപോകാൻ വെച്ചതാണെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് പരിപ്പുവട, കുഞ്ഞു പരിപ്പുവടയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണത്. ഇടയ്ക്കൊക്കെ അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരും. അപ്പോൾ അതും വാങ്ങിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനാണ് രണ്ട് വാരന്മാരോട് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്രീകുട്ടനെ എന്തിനോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. അവന് ശ്രീകുട്ടനാണ് ശരിക്കും കളിയാക്കുന്ന ആൾ. ഇന്നെന്താണാവോ ആദ്യത്തിനാണ് പിടിച്ചേക്കുന്നത് ശ്രീകുട്ടനോട്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എന്താ പറയുക, ചൊറി കുത്തുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. ലാസ്റ്റ് തല്ലുവിടുമ്പോൾ ഞാൻ ഇടപെടും. അങ്ങനെയാണ് കേട്ടോ. എനിക്കിഷ്ടമില്ല അവരങ്ങനെ തല്ലുവിടുന്നത്. നമ്മുടെ മക്കൾ തല്ലുവിടുന്നത് നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അവർ സ്നേഹത്തിൽ ജീവിക്കുന്നതന്നെയല്ലേ. എന്നിട്ട് അവർ പറയും, എവിടെ അമ്മ ചേട്ടനെ ഇനി എനിക്ക് തല്ലുവിടാത്ത വീടുള്ള, അതൊക്കെ എല്ലായിടത്തും പതിവാണ്, അതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാൽ മതി എന്ന് പറയും. എന്നാൽ എനിക്കെന്തോ അങ്ങനെ അവർ തല്ലുവിടുന്ന കാണുമ്പോൾ വലുതായില്ലേ ഇനി തല്ലുട്ടൊക്കെ മതി എന്ന് പറയും ഞാൻ. ഇത്ര നാൾ തല്ലുടിയുന്ന കുഞ്ഞുങ്ങളായിരുന്നു, ഇപ്പോൾ ഇതിരിച്ചൊക്കെ വലുതായി തുടങ്ങിയില്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ തല്ലൂട്ടൊക്കെ നിർത്താൻ പറഞ്ഞ് ചീത്ത പറയും കേട്ടോ. എന്നാലും അവരവരുടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. മീനിൻ്റെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂടിയൊക്കെ ഒരു 5-10 മിനിറ്റ്. പിറ്റേ ദിവസത്തേക്കാണ് സൂപ്പർ കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാ വെച്ചാൽ കൂട്ടുകാർ ചെയ്യുക. പിന്നെ ഇതാ ഞങ്ങൾ വിശപ്പ് മാറിയില്ല പരിപ്പുവട കഴിച്ചിട്ട്. പരിപ്പുവട കഴിച്ചുകൊണ്ടൊന്നും വിശപ്പ് മാറില്ലല്ലോ. അപ്പോൾ പിന്നെ വേഗം മീനും ഇതൊക്കെ എടുത്ത് താഴ്ത്തിക്ക് വെച്ച്, വേറെ ഉപ്പേരിയൊന്നുമില്ല, മീൻ കറി മീൻ വറുത്ത് തന്നെയുള്ളൂ. പിന്നെ രാവിലത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ, പരിപ്പ് മുരിക്കായും. പക്ഷെ ആർക്കും വലിയ നോട്ടല്ലേ, വെറുതെ എന്തിനാ ചൂടാക്കി ആ ഗ്യാസും കൂടി കളയണേ.
ആ കൂട്ടാൻ വേണ്ട എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചൂടാക്കാനായിട്ടൊന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് എനിക്കും ആദ്യത്തിനെന്ന് പറയുന്നത് ചട്ടിയിലത്തെ ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഒരു കുറച്ച് ഉള്ളിയും കൂടി ഇടായിരുന്നു തോന്നി, മുളക് മാത്രമായി ഗ്രേവി. കുറച്ചുകൂടി ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് മാത്രം കൂട്ടിയിട്ട് ചോറിനാ കേട്ടോ. എൻ്റെ ഒരു പണിയാണ് മീൻ വറുത്തതിൻ്റെ ഗ്രേവി മാത്രം കൂട്ടി ചോറിനാകുന്നത്. ആദ്യത്തിനും ഞാനും അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ആദ്യം കഴിക്കുമ്പോൾ പിന്നെ ഞാനത് വാങ്ങിക്കാറില്ല. ഇനി നമുക്കൊരു ടൂട്ടി ഫ്രൂട്ടി ടീ കേക്ക് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കപ്പിനുള്ളിൽ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തത്, അല്ലെങ്കിൽ പിന്നെ പാൽപ്പൊടി ആയാലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ കോൺഫ്ലവർ ഇട്ട് കുറച്ചുകൂടി മൈദ ഇട്ടിട്ട് നല്ല വടിച്ച് കണ്ടിട്ട് കറക്റ്റായിട്ട് ഒരു കപ്പ് എടുക്കണം കേട്ടോ. എന്നാലാണ് മറ്റുള്ള ഐറ്റംസൊക്കെ ഇടുന്നത് ശരിയാവുള്ള. ടീസ്പൂണിൻ്റെ ആ ഒരു തല വെച്ചിട്ട് ഒന്നിങ്ങനെ വടിച്ച് കൊടുത്താൽ മതി, നല്ല കറക്റ്റാവും. പിന്നെ അതാ ഒരു ബൗളെടുത്ത് അതിലേക്കൊരു പാത്രം വെച്ച് അരിപ്പയും വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ കേക്കിൻ്റെ മൈദയും കോൺഫ്ലവറും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2-3 പ്രാവശ്യം അരിക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ആ അരിപ്പയിലിട്ടിട്ടും നന്നായിട്ട് ഇതേപോലെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ കേക്ക് റെഡി ആവില്ല. ഈ മിക്സിങ് കേക്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കേക്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കാം. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി കളർ മേടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഹോൾസെയിലൊക്കെ ആയിട്ട് വാങ്ങിക്കുമ്പോൾ ടൂട്ടി ഫ്രൂട്ടിക്ക് ഒരു റേറ്റും ഇല്ല കേട്ടോ, ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ 20 രൂപയ്ക്കൊക്കെ നമുക്ക് ചെറിയ പാക്കറ്റൊക്കെ ചെറിയ കടകളിലൊക്കെ കിട്ടും. നിവർത്തില്ലെങ്കിൽ അത് 2 പാക്കറ്റ് മേടിക്കും. പക്ഷേ ഭയങ്കര നഷ്ടമാണ് കേട്ടോ അതങ്ങനെ മേടിക്കുന്നത്. അതിലേക്ക് ഇതാ ഒരു 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് കപ്പ് കേക്കായിട്ട് തന്നെ ഉണ്ടാക്കാം. ഇതേപോലത്തെ ഒരു 50 രൂപയുടെ 1000 എണ്ണം കണ്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ അത്രയും അധികം ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ കൂടുതലായിപ്പോയി. ഇതിൽ കൊള്ളില്ല, എൻ്റെ പാത്രത്തിൽ കൊള്ളില്ല കേട്ടോ. പിന്നെ ഓവനൊക്കെ ഉണ്ടെങ്കിൽ നിരത്തി വയ്ക്കാം. 3 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ബീറ്ററിലാണ് ചെയ്യണം കേട്ടോ. കൂട്ടുകാർ വേണമെങ്കിൽ മിക്സിയിൽ ചെയ്തോളൂ. മിക്സി ഉള്ളോന്ന് വെച്ചാൽ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. ഞാൻ മിക്സിയിൽ കുറേ കേക്കുകൾ കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ബീറ്റർ എടുത്തു മാത്രം. നന്നായിട്ട് പതഞ്ഞ് ഒരു ഓഫ് വൈറ്റ് കളറാവുന്നതോടുകൂടി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ഇടാം. പഞ്ചസാരയുടെ അളവ് 1/4 കപ്പ് മുഴുവനോടുള്ള പഞ്ചസാര എടുത്ത് പൊടിച്ച് ഇത്തിരി മധുരം മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. തീരെ ഇഷ്ടമില്ല, അതൊരു മധുരം വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ 1/2 കപ്പ് ബട്ടർ ആയാലും മതി. ബട്ടർ ആകുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഈ രീതിയിലല്ല കേട്ടോ എടുക്കുക, ഈ ഒരു സമയത്തല്ല എടുക്കുക. ആദ്യം അതും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ നേരത്ത് ഓയിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൈദ ഒരു 3 പ്രാവശ്യമായിട്ട് എടുത്തിട്ട് നന്നായിട്ട് പതുക്കെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കലാണ് ഞാൻ ഓർത്തത് വാനില എസൻസ് ഒഴിച്ചിട്ടില്ല. അതേപോലെ ഒരു ചെറിയൊരു യെല്ലോ കളർ വേണം, അപ്പോൾ അതും കൂടി ഇടണം കേട്ടോ. അപ്പോൾ വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ യെല്ലോ കളർ ആയതുകൊണ്ട് തന്നെ തീരെ ഒരു തുള്ളി മാത്രം മതി കേട്ടോ. ഈ പച്ചയും അതുപോലെ റെഡും ഗ്രീനൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കളർ യൂസ് ചെയ്യേണ്ടി വരിക. പിങ്കും യെല്ലോ ഒക്കെ ആകുമ്പോൾ ഒരു തുള്ളി ഒഴിച്ചാൽ മതി. അപ്പം നല്ല കളർ കിട്ടും കേട്ടോ. അങ്ങനെയാണ് എന്നുവെച്ചാൽ അതൊരു ലൈറ്റ് കളറല്ല, അതുകൊണ്ടാണ്. മറ്റേ കളർ വെച്ചാൽ കടുത്ത കളർ വരെ കളർ ഇടാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അൺഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല വെച്ചിട്ട് പിന്നെ ടൂട്ടി ഫ്രൂട്ടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാതും ഇട്ടു. അതും പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്തോളാം. അങ്ങനെ സ്പീഡാക്കിയിട്ടൊന്നും കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഓയിൽ 1/2 കപ്പ് തന്നെ ഒഴിച്ചാൽ മതി, കൂടുതൽ ഒഴിക്കണ്ട. നമുക്ക് എന്താ പറയുക, ക്രീം വെച്ചതൊക്കെ ആകുമ്പോൾ ഇത്തിരി കൂടുതൽ ഒഴിക്കണുണ്ട്, കുഴപ്പമില്ല. ഇതിൽ കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്ചർ കറക്റ്റാണല്ലോ. അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കുക ഇങ്ങനെയാണ്. ഒരു ബിരിയാണി പൊട്ട് വെച്ച് അതിലൊരു റിങ് വയ്ക്കും. ഇനി ബിരിയാണി പൊട്ട് കേടാവുന്നുള്ള പേടിയുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഉപ്പ് അല്ലെങ്കിൽ നല്ല മണൽ കേട്ടോ ഉണ്ടെങ്കിൽ നിരത്തിയിട്ടാലും മതി. വേവിച്ച് ഒരു 50-55 മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിം, ഞാൻ ഹീറ്ററിൽ വെച്ച കാരണം കൊണ്ട് എനിക്ക് കുറേ സമയം എടുത്തു. പിറ്റേ ദിവസമാണ് മുറിച്ചത്. അപ്പോൾ അതാ രാവിലെ എഴുന്നേറ്റ് വന്ന് ചായയും കേക്കാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം, മറക്കരുത് കൂട്ടുകാർ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് അടിക്കാനും പിന്നെ കമൻറ്റ് എഴുതാൻ ഭയങ്കര മടിയല്ലേ ഇപ്പോൾ എല്ലാവർക്കും. കണ്ടോ, ഇതിൻ്റെ അടിഭാഗം ഞാൻ വെറുതെ മൈദ തട്ടിക്കുടഞ്ഞിട്ടാണ് ഇട്ടത്, ബട്ടർ പേപ്പർ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പീസ് കിട്ടണമെങ്കിൽ നമുക്ക് 20 രൂപ കൊടുക്കണം പുറത്തുനിന്ന് കിട്ടാനായിട്ട്. ഇതിൽ 20 പീസ് അത്യാവശ്യം കനത്തിലുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര രൂപയെന്ന് ആലോചിച്ചുകൂടെ കൂട്ടുകാർക്ക്.
പിന്നെ അത് നല്ല ഹെൽത്തിൽ നിന്ന് കേക്ക് പറയാൻ പറ്റില്ല, എന്നാലും ആവശ്യമില്ലാത്തൊന്നും ചേർക്കാണ്ട് നല്ല സൂപ്പർ കേക്ക് കേട്ടോ. അത് കണ്ട ഓരോ പീസ് എടുക്കാൻ ചായക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊന്നും മറക്കരുത്. അപ്പം നാളെ കാണാം.